നമസ്കാരം. ഒരു ചിത്രം ഞാൻ നിങ്ങളെ കാണിക്കാം. ഒന്ന് കണ്ടു നോക്കൂ. ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ്. ആ ചിത്രം ഒന്ന് കണ്ടിട്ട് വരാം. ചിത്രം കണ്ടല്ലോ. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു സന്ദേശമാണിത്. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഒരു ചിത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ആ ചിത്രത്തിൻ്റെ ഉള്ളിലെ സന്ദേശം കാണുമ്പോൾ പലപ്പോഴും ഇപ്പോൾ അതൊരു ട്രോളിനുള്ള ഉപാധിയായി മാറാറുണ്ട്. നമ്മളെല്ലാം പരിഹസിച്ച് ചിരിക്കാറുണ്ട്. ഈ കാലത്തും ആധുനിക കാലത്തും ഇങ്ങനെയുള്ള ചിന്തകൾ വെച്ച് പുലർത്തുന്നവരുണ്ടോ? ഒരുപക്ഷെ അതിനെ പരിഹസിച്ചു കൊണ്ടുള്ള ഒരു ട്രോള് പോലും ആകാം ഈ ഒരു സന്ദേശം. പക്ഷേ ഇതൊരു വാസ്തവമാണ്. ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ നിരവധി പ്രചരിപ്പിക്കപ്പെടാറുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. ഒരുപക്ഷെ നടക്കാറുണ്ടായിരിക്കാം. അങ്ങനെ കൃത്യമായിട്ട് നടന്നതായിട്ട് വാർത്തകൾക്ക് വേണ്ട തെളിവുകളുടെ പിൻബലമുള്ള വിവരങ്ങളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കപ്പെടാറുണ്ട്. ഇതിന് ഒരു പരിഹാസത്തിനുമപ്പുറം, പരിഹാസത്തിനുള്ള ഉപാധിക്കും അപ്പുറം ഒരല്പം കാര്യഗൗരവത്തോടു കൂടി തന്നെ നാം ഈ വിഷയത്തെ സമീപിക്കേണ്ടതുണ്ട്. കാരണം ഇങ്ങനൊരു സന്ദേശം പരക്കെ പ്രചരിപ്പിക്കപ്പെടുന്നു. 1000 പേരത് കാണുന്നു, 900 പേരതിനെ പരിഹസിക്കുന്നു. പക്ഷെ 100 പേർ അതിനെ കണ്ടിട്ട് മൗനമായിരിക്കുന്നു. അതും ഈ ഏത് സമുദായത്തിൽ നിന്നാണോ ഈ സന്ദേശം പ്രചരിപ്പിക്കപ്പെടുന്നത് ആ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. ആ 100 പേരിൽ 50 പേരുടെ മനസ്സിൽ ഒരു ഭയം ജനിക്കുന്നു. ഇത്തരത്തിൽ നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾ, നമ്മുടെ മക്കളോ അല്ലെങ്കിൽ സഹോദരിമാരോ ആരെങ്കിലും ഇത്തരത്തിലുള്ള ഓണാഘോഷങ്ങളിൽ പങ്കെടുത്ത്, ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലമാണ്, ആ ചിത്രങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടാൽ അവരുടെ വിവാഹം, നിക്കാഹ് നടക്കില്ലേ? ഇത്തരത്തിലുള്ള എന്തെങ്കിലും ദുരനുഭവം നമുക്കും നേരിടേണ്ടി വരുമോ, നമ്മുടെ പെൺമക്കൾക്കും നേരിടേണ്ടി വരുമോ എന്നുള്ളൊരു ഭയം അവരുടെ ഉള്ളിൽ ജനിക്കുന്നു. ആ ഒരു ഭയമാണ് ഈ മതപണ്ഡിതന്മാർ, ഇതിൻ്റെ തുടക്കമെല്ലാം മതപണ്ഡിതന്മാരിൽ നിന്നാണ്, സമൂഹത്തിന് മേൽ അവരുടെ നിയന്ത്രണം ഉറപ്പിക്കുവാനായി ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധം, ഉപകരണമെന്ന് പോലുമല്ല, ആയുധം, അവരുടെ നിയന്ത്രണം ഉറപ്പിക്കുവാനായി. മഹല്ല് കമ്മിറ്റിയിൽ നിന്ന് വിലക്ക്, ഖബറടക്കാൻ സമ്മതിക്കില്ല, പള്ളിപ്പറമ്പിൽ സ്ഥലം കൊടുക്കില്ല. പണ്ടൊരു കമ്മ്യൂണിസ്റ്റുകാരിയായിട്ടുള്ളൊരു നർത്തകി നൃത്തം പഠിച്ചതിൻ്റെ പേരിൽ മുസ്ലിം ലീഗ് ഇടപെട്ട് അവരെ ഊര് വിലക്കിയതും മഹൽ വിലക്കിയതുമായിട്ടുള്ള ചരിത്രം നമ്മുടെ മുൻപിലുണ്ട്. അതെല്ലാം ഒരു ഏറ്റവും ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ് എന്ന് പറയേണ്ടി വരും. അതിനും അപ്പുറത്തേക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൊന്നും യാതൊരു സ്വാധീനമോ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളെല്ലാം കൈപ്പിടിക്കുള്ളിൽ ഒതുങ്ങാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്ത നിരവധി മുസ്ലിം കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ സമുദായത്തിനിടയിലുണ്ട്. ഓണാഘോഷമാകട്ടെ, അന്യമതസ്ഥരുടെ ഏതാഘോഷവുമാകട്ടെ, ക്രിസ്മസ് ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾ, അത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളെ പ്രത്യേകിച്ച്, ആണുങ്ങൾ ഇതിൽ പങ്കെടുത്താൽ പോലും അതിനെ പലപ്പോഴും ഒന്നെങ്കിൽ വിമർശിക്കാറില്ല, അല്ലെങ്കിൽ വിമർശിച്ചാൽ പോലും അതിലൊരു മൃദു സ്വഭാവം കാണുവാൻ സാധിക്കും. ആ വിമർശനത്തിൽ പെൺകുട്ടികളുടെ നേരെ തീക്ഷ്ണമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഭീഷണികളായി തന്നെ അവ പുറത്തു വരും. പലപ്പോഴും അസഭ്യവർഷങ്ങളായിട്ടാണ് അത്തരത്തിലുള്ള പോസ്റ്റുകളുടെ താഴെ ഈ ഇസ്ലാമിസ്റ്റുകൾ നിറഞ്ഞാടുന്നത്. ഉസ്താദുമാരുടെ ശിഷ്യന്മാരെന്ന് തന്നെ പറയേണ്ടി വരും. പലപ്പോഴും ഇപ്പോൾ ഒരു ഉസ്താദ് എൻ്റെ വീഡിയോ വെട്ടിമുറിച്ച് പ്രചരിപ്പിച്ചതാണ്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ആ വിഷയം സംബന്ധിച്ച് അലമുറയിട്ട് നടക്കുന്നുണ്ട്. അത് രൂക്ഷമായ വിമർശനത്തിനിടയായപ്പോൾ ഇപ്പോൾ ഉസ്താദ് പറഞ്ഞതിലെ മണ്ടത്തരമോ അല്ലെങ്കിൽ അതിലെ പരിഹാസ്യപൂർവമായ അല്ലെങ്കിൽ പരിഹാസത്തിന് ഉതകുന്ന യോഗ്യമായിട്ടുള്ള വിഷയമോ എന്നതിനും അപ്പുറം അവരുടെ സമുദായത്തിൽ ഇത് എന്ത് സന്ദേശമാണ് നൽകുന്നത്, പ്രചരിപ്പിക്കുന്നത് എന്ന് നാം ഗൗരവപൂർവമായി തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ പരിഹാസമൊന്നും ഈ ഉസ്താദുമാർക്ക്, ഇത്തരത്തിലുള്ള ഉസ്താദുമാർക്ക് പ്രശ്നമേ അല്ല. അവർക്കറിയാം ഇത്തരത്തിലുള്ള പരിഹാസങ്ങൾ അന്യ സമൂഹത്തിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ളത്, പൊതുസമൂഹത്തിൽ നിന്നുണ്ടാകുമെന്നുള്ളത് അവർക്കറിയാം. അവിടെയും കണ്ടോ, നമ്മളെ അന്യവൽക്കരിച്ചാണ്. ഞാൻ എൻ്റെ മതത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഇവരെല്ലാം ഈ എൻ്റെ വീഡിയോ വെട്ടിമുറിച്ച് പ്രചരിപ്പിച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ അടിവരയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ആ സന്ദേശം നൽകിയത് മുസ്ലിങ്ങൾക്കാണ്. അതായത് മുസ്ലിങ്ങൾ ഇങ്ങനെ തന്നെ ജീവിക്കണം, ഇങ്ങനെ ചെയ്യുവാൻ പാടില്ല എന്നുള്ള എൻ്റെ അഭിപ്രായത്തിന് മാറ്റമില്ല എന്നുള്ള വളരെ സട്ടിലായിട്ടുള്ളൊരു സന്ദേശം, വളരെ നേർത്ത രീതിയിൽ എന്നാൽ വളരെ പ്രകടമായി മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ള ഒരു ഭീഷണി അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്ന രീതിയിലുള്ള ഒരു വരി അവർ സാമൂഹ്യ മാധ്യമങ്ങളിലെ കുറിപ്പുകളിലാകട്ടെ വീഡിയോകളിലാകട്ടെ ചേർക്കാറുണ്ട്, ഉറപ്പായിട്ടും ചേർക്കാറുണ്ട്. ഇനിയൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ നിങ്ങൾ. പലരും അത് ശ്രദ്ധിച്ച് കാണാനിടയില്ല. അവിടെയാണ് ഇതിൻ്റെ ഉൾക്കാമ്പിരിക്കുന്നത്. ഈ സന്ദേശത്തിൻ്റെ, ഇത് പ്രചരിപ്പിക്കപ്പെടുന്ന ലക്ഷ്യത്തിൻ്റെ, എന്താണ് അവരുടെ ലക്ഷ്യമെന്നുള്ളതിൻ്റെ ഉൾക്കാമ്പ്. കാരണം സ്ത്രീകളെ അടിച്ചമർത്തുന്നത് മനുസ്മൃതിയാണ് എന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ.
ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത്തരത്തിലുള്ള സന്ദേശം പോലും പ്രചരിപ്പിക്കപ്പെട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ അംബേദ്കറുടെ കാലത്ത് മനുസ്മൃതിക്കെതിരെ അംബേദ്കർ വലിയ പോരാട്ടങ്ങൾ നടത്തിയിരുന്നു, മനുസ്മൃതി കത്തിച്ചിരുന്നു. അത് അംബേദ്കറിനൊരു സന്ദേശം നൽകേണ്ടതിൻ്റെ ആവശ്യകത കൊണ്ട് ചെയ്തതാണ് അദ്ദേഹം അത് കാര്യമായിട്ട് ചെയ്തതാണോ? ഈ മനുസ്മൃതി എന്നുള്ളത് എവിടെ നിയമമായോ? ഇതൊന്നും അദ്ദേഹത്തിൻ്റെ കാലത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമേ അല്ലായിരുന്നു. കാരണം അംബേദ്കർ ഡൽഹിയിലോ ബോംബെയിലോ നാഗ്പൂരിലോ എവിടെയെങ്കിലും വെച്ച് ഈ മനുസ്മൃതി കത്തിച്ചാൽ കത്തിച്ചു, അംബേദ്കർ കത്തിച്ചു, ശരി. അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചു, ശരി. പക്ഷേ ബാബാ സാഹിബ് അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ അദ്ദേഹം ബുദ്ധമതമാണ് സ്വീകരിച്ചത്. 5 കോടി രൂപ വരെ അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നു ഇസ്ലാം മതം സ്വീകരിക്കുവാനായിട്ട്. ക്രിസ്തു മതത്തെക്കുറിച്ചും അദ്ദേഹം വിശദമായി തന്നെ പഠിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം എന്തുകൊണ്ട് വൈദേശികരായിട്ടുള്ള ഈ മതപ്രചാരകന്മാരെ തള്ളിക്കളഞ്ഞു, വൈദേശികമായി മതങ്ങളെ സ്വീകരിച്ചില്ല എന്നുള്ളത് പാർലമെൻറ്റിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. ഭാരതത്തിൽ നിന്ന് ഉദ്ഭവിച്ച ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലുള്ള ഏതെങ്കിലും മതമാണ് ഞാൻ സ്വീകരിക്കേണ്ടത് എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ബുദ്ധമതത്തെ ഹിന്ദുമതത്തിൽ നിന്ന് വേർതിരിച്ച് കണ്ടു എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഭാരതത്തിലെ ഒരു ആശയധാര തന്നെയാണ്, മതമെന്ന് ഞാൻ അതിനെ പറയുവാൻ ഉദ്ദേശിക്കുന്നില്ല, ഭാരതത്തിൽ ഉദ്ഭവിച്ച ഒരു ആശയധാര തന്നെയാണ് അദ്ദേഹം അത് സ്വീകരിച്ചത്. അതിൻ്റെ പ്രധാന കാരണം വൈദേശികമായി അധിനിവേശ മതങ്ങൾ ഒരിക്കലും ഭാരതീയ സംസ്കാരവുമായി ഇഴകിച്ചേരില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഉത്തമ ബോധ്യം കൊണ്ട് തന്നെയാണ്. അവരുടെ കണ്ണിൽ ഇതെല്ലാം പാഗൻ വർഷിപ്പോ അല്ലെങ്കിൽ പ്രാകൃതമായിട്ടുള്ള ആചാരരീതികളോ ആരാധനാരീതികളോ ആണ് എന്നുള്ള അവരുടെ കാഴ്ചപ്പാട് അദ്ദേഹം വ്യക്തമായി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ബാബാ സാഹിബ് അംബേദ്കറിൽ നിന്നും ആധുനിക കാലത്തേക്ക് വന്നാൽ ഇപ്പോൾ മനുസ്മൃതിയെ ഉയർത്തിക്കാട്ടി രാഹുൽ ഗാന്ധി നടക്കുന്നത് ഒരു തെറ്റിദ്ധാരണ ആദ്യമേ തന്നെ മാറ്റിക്കോട്ടെ. രാഹുൽ ഗാന്ധിയെ ബാബാ സാഹിബ് അംബേദ്കറുമായി ഞാൻ താരതമ്യപ്പെടുത്തുകയല്ല, അല്ലെങ്കിൽ ഒരു തരത്തിലും അത്തരത്തിലൊരു താരതമ്യത്തിന് ഞാൻ മുതിരുകയല്ല. അത് ദുസ്സാഹസമാണെന്ന് എനിക്കറിയാം. ബാബാ സാഹിബ് അംബേദ്കർ എവിടെ നിൽക്കുന്നു, വിമർശകർ പപ്പു എന്ന് വിളിക്കുന്ന രാഹുൽ ഗാന്ധി എവിടെ കിടക്കുന്നു? അതുകൊണ്ട് തന്നെ ആ ഒരു വ്യത്യാസം വ്യക്തമായി പ്രേക്ഷകരൊന്ന് മനസ്സിലാക്കിക്കൊള്ളണം. പക്ഷേ രാഹുൽ ഗാന്ധിയെ പോലുള്ളവർ മനുസ്മൃതിയും ഉയർത്തിപ്പിടിച്ച് നടക്കുന്നത് പലപ്പോഴും നേരത്തെ പറഞ്ഞതുപോലുള്ള സന്ദേശങ്ങൾ നിരന്തരമായി ആധുനിക കാലത്ത് പ്രചരിപ്പിക്കുന്ന തങ്ങളുടെ സമുദായത്തിലെ പെൺകുട്ടികളെ എല്ലാ കാലത്തും ചാക്കുകെട്ടോ ടെൻറ്റോ പോലുള്ള വസ്ത്രങ്ങൾക്കുള്ളിൽ തളച്ചിടണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള പെൺകുട്ടികളെ നിയന്ത്രണത്തിൽ നിർത്തിയാൽ മാത്രമേ നമ്മുടെ സമുദായം പൂർണ്ണമായും നമ്മുടെ വരുതിയിൽ നിൽക്കൂ എന്നുള്ള തിരിച്ചറിവുള്ള, കാലാകാലങ്ങളായി ആ തിരിച്ചറിവ് പരമ്പരാഗതമായി തന്നെ പകർന്നു കിട്ടിയ 3ാം ക്ലാസ് പോലും പാസ്സാകാത്ത ഉസ്താദുമാരുടെ അധമ ചിന്തകളിൽ നിന്നാണ് ഇത്തരം പ്രവർത്തികൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇത്തരം സന്ദേശങ്ങൾ ഉദ്ഭവിക്കുന്നത്. ഈ സന്ദേശങ്ങൾ ആധുനിക കാലത്തും ഉദ്ഭവിക്കുന്നുണ്ട്. ഈ സന്ദേശങ്ങളുടെ ഒരു വൈകൃത മുഖങ്ങൾ മറച്ചു പിടിക്കുവാൻ വേണ്ടി കൂടിയിട്ടാണ് രാഹുൽ ഗാന്ധിയെ പോലുള്ളവർ മനുസ്മൃതിയുമൊക്കെ പൊക്കിപ്പിടിച്ച് നടക്കുന്നത്. കാരണം മനുസ്മൃതിയിലേക്ക് നോക്കുക, രാഹുൽ ഗാന്ധി അത് പറയുന്നത് ഞാൻ തന്നെ ഒരു പ്രേക്ഷകരുമായി ആ വിവരം പങ്കുവെച്ചതാണ് ആ ഒരു വിശകലനത്തിൽ. കാരണം രാഹുൽ ഗാന്ധി മനുസ്മൃതിയെ കുറ്റം പറയുന്ന, സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുന്ന വേദിയിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത്തരത്തിൽ അടിമുടി ചാക്കിൽ മൂടിയതുപോലൊരു രൂപം നിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. പിന്നീട് ആ പെൺകുട്ടി സംസാരിക്കുന്നുണ്ട്, എന്നെ ഇതിനൊക്കെ നിർബന്ധിക്കുന്നു എന്നുള്ള രീതിയിൽ. ആ വീഡിയോ പോലും ഇപ്പോൾ പലയിടങ്ങളിലും ലഭ്യമല്ല. അത്തരത്തിലുള്ളൊരു സാഹചര്യം, അതാണ് പറഞ്ഞത്, മനുസ്മൃതി എന്നുള്ളത് ഇത്തരത്തിലുള്ള വൈകൃതങ്ങൾ മറയ്ക്കുവാനുള്ളൊരു മറ മാത്രമായിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടത് നമ്മുടെ സമൂഹമാണ്. കാരണം ഇന്ന് ഈ വിഷയത്തിൽ, ഓണത്തിൻ്റെ വിഷയത്തിൽ വിശദമായിട്ടുള്ളൊരു ചർച്ച വേറെ പ്രേക്ഷകരുടെ മുമ്പിൽ തത്വമേ ന്യൂസ് അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലേക്ക് കൂടുതൽ ഗഹനമായി ഞാൻ കടക്കുന്നില്ല. തൽക്കാലം ഈ ഒരു വിവാഹത്തിൻ്റെ കാര്യത്തിൽ ആദ്യം കണ്ട ചിത്രം പോലെ ആ ചിത്രം ഒന്നും കൂടി കാണാം നമുക്ക്. ഈ ചിത്രത്തെ സംബന്ധിച്ചുള്ള ഇതിൻ്റെ കുറിച്ചുള്ളൊരു വിശകലനമുണ്ടല്ലോ, എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഈ അഭിപ്രായങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തത്വമേ ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. എല്ലാവർക്കും ഉത്രാടപ്പാച്ചിൽ ആശംസകൾ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കാത്തിരുന്ന ഭാഗ്യം പോലെ ഓണം വന്നല്ലോ. ചെന്നൈ സിൽക്സ് വസ്ത്രങ്ങളും